പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ മാസം 1-ാം തീയതിയായിരുന്നു കേരളം ഞെട്ടലോടെ കേട്ട പാതിവില തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബിനിൽ അന്ന് ആ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി 100 കോടി മാത്രമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. 10-ാം ദിവസം എത്തുമ്പോൾ 1000 കോടിക്കും അപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് പോവുകയാണ്. എല്ലാ ജില്ലകളിലും പരാതി പ്രവാഹമാണ്. പല വിശ്വസ്ത മുഖങ്ങളും കറപുരണ്ടു. പലരും ഉന്നത രാഷ്ട്രീയ ബന്ധമടക്കം വെളിപ്പെടുന്ന ഒരു കേസായി ഇത് പരിണമിച്ചിരിക്കുന്നു. ഒടുവിൽ ഇപ്പോഴിതാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പരാതികളടക്കം നമുക്ക് പരിശോധിക്കണം. ഒപ്പം ഏറ്റവും പുതിയ വിവരങ്ങളും പങ്കുവയ്ക്കണം. നമ്മൾ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയും പരിശോധനയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷാജഹാൻ എന്ന വ്യക്തി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷാജഹാൻ, താങ്കൾ ഈ പരാതിക്കാരുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിൻ്റെ അഭിഭാഷകനാണല്ലോ. നിങ്ങളുടെ ഏരിയയിൽ, പ്രത്യേകിച്ച് എറണാകുളം അടക്കമുള്ള ഏരിയയിൽ എത്രത്തോളം ഇരകളുണ്ട്? എത്രത്തോളം പേരെ ഈ അനന്തു അടക്കമുള്ളവർ തട്ടിച്ചിട്ടുണ്ട്? തട്ടിപ്പിൻ്റെ രീതി എങ്ങനെയായിരുന്നു? നോർത്ത് പറവൂര് ഈ JSS എന്ന് പറയുന്ന സ്ഥാപനം വഴി 2400 രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ഈ 2400 പേരും അവിടെ 62,000 രൂപ തൊട്ട് 90,000 രൂപ വരെ ഈ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തുക നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ മാത്രം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പണമാണ്. ഇതിലെ 1000-ഓളം താഴെ പരാതികൾ എൻ്റെ അറിവനുസരിച്ച് 320 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകിയാണ് വന്നത് ഇതിലേക്ക് അംഗമാകുന്നത്. 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൂടാതെ ഇവർ പറയുന്ന ഫുൾ എമൗണ്ടും ഈ JSS എന്ന് പറയുന്ന സ്ഥാപനം, ജനസേവാ സമിതി ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ അക്കൗണ്ട് വഴി വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഈ അക്കൗണ്ട് ത്രൂ ആയിരുന്നു ഇതെല്ലാം ഇടപാടെല്ലാം നടന്നത്. അപ്പോൾ താങ്കളുടെ ഈ പറവൂർ മേഖലയിൽ എത്ര പേർക്ക് ഈ പറയുന്ന വാഗ്ദാനം നൽകിയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്? അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 10% പേർക്ക് മാത്രമേ, 10%-ത്തിൽ താഴെ പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ കിട്ടിയവരെയൊക്കെ അവരെ വെച്ച് കാണിച്ചാണോ ബാക്കിയുള്ളവരെ പ്രേരിപ്പിച്ചത്? ഈ പ്രൊമോട്ടർമാരുടെയൊക്കെ റോൾ എന്തായിരുന്നു? കൂടുതൽ അംഗങ്ങളിലേക്ക്, കാരണം ചെറു സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ഒരുപാട് പേർ ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടോ? അതെ, ഇതിലെ മെയിൻ പ്രൊമോട്ടർമാരെന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ്. ഒന്ന് ഒരു മേരി സിജി, ഡോക്ടർ മധു, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ പ്രവീൺ, ജെയ്നി സംരാജ്, ഇത്തരം വ്യക്തികൾ കൂടിയിട്ടാണ് ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത്. ഇവരോടൊക്കെ പിന്നീട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ തട്ടിപ്പിലേക്ക് പോകുന്ന സൂചന പിന്നീട് എപ്പോഴാണ് ഈ അനന്തു അറസ്റ്റിലാകുന്നതോടുകൂടിയാണോ അറിഞ്ഞത്? അതെ, അനന്തു അറസ്റ്റിലായതിനു ശേഷമാണ് ഇവരും ഇതിലൊരു ഭാഗവാക്കാണെന്ന് മനസ്സിലായത്. ഇവരോട് പിന്നീട് സംസാരിക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നത്? ഈ പ്രൊമോട്ടർമാരായി നടന്ന ആളുകളൊക്കെ, പ്രൊമോട്ടർമാർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവരും ഈ തട്ടിപ്പിന് ഇരയായെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ പണം വാങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊമോട്ടർമാരാണ്. ഇവരാണ് യഥാർത്ഥ ഇതിലെ പ്രതികൾ. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന പ്രതികൾ അത് വേറെ വരും. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊമോട്ടർമാരാണ് ഇതിലെ പ്രതികൾ. ശ്രീ ഷാജഹാൻ, അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ പല ഈ അഭ്യൂഹങ്ങൾ എന്ന രീതിയിലാണ് പലതും തുടക്കത്തിൽ വന്നത്. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. പിൻപറ്റിയ ആളുകളുണ്ട്, പിന്തുണച്ചവർ അനന്തുവിൻ്റെ ഒപ്പം നടന്നവരുണ്ട്, അനന്തുവിനെ നിരന്തരം കണ്ട ആളുകളുണ്ട്. അവിടെ എറണാകുളത്ത് ഫ്ളാറ്റുകളിൽ പതിവായി നടന്ന കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ ആദ്യം കേട്ടത് ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് പിന്നീട് ഓരോ സംഭവ വികാസങ്ങളും വന്നുകൊണ്ടേയിരുന്നത്. അനന്തുവിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന മൊഴിയടക്കം പലരിലേക്കും വിരൽ ചൂണ്ടുന്നതാണോ? നമ്മൾ കാണാത്തതിനും അപ്പുറത്തേക്ക് ആളുകളിലേക്ക് എത്തുമോ ഈ കേസ്, ഈ തട്ടിപ്പ്? അല്ല, ഈ തട്ടിപ്പിൽ ആരെല്ലാം പ്രതികളായിട്ടുണ്ടോ അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ച് അവരെല്ലാവരും പ്രതിപ്പട്ടികയിൽ ചേർക്കേണ്ടതാണ്.
ഇപ്പം നിലവിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊമോട്ടർമാരാണ് പ്രതികളായിട്ടുള്ളത്. അനന്ത് നേരിട്ടോ മറ്റോ ഈ ഇത്തരം സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ മീറ്റിംഗ് ഈ പരിപാടികളിലേക്ക് എത്തുക ഉണ്ടായോ? അനന്ത് ഇല്ല, ഈ സാന്നിധ്യമായിട്ടുണ്ടോ? അനന്ത് നേരിട്ട് ഈ പറഞ്ഞ സംഘടനയിൽ വന്ന് നിന്നതായിട്ട് അറിവില്ല. ഈ പണം മുഴുവൻ വാങ്ങിയിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. ഈ പകുതി വിലയ്ക്ക് എന്ന് പറയുമ്പോൾ നാട്ടിൽ അറിയാമല്ലോ, പകുതി വിലയ്ക്ക് എങ്ങനെ ഒരു സാധനം കിട്ടും? ഈ സ്കൂട്ടർ ഒരു പകുതി വിലയ്ക്ക്, ശരാശരി സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ 1 ലക്ഷത്തിനപ്പുറത്തേക്ക് പണവും ടാക്സും ഒക്കെ കഴിയുമ്പോൾ വരും. അതൊരു പകുതി വിലയ്ക്ക് 50,000-ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആരും സംശയം ആ നാട്ടിൽ ഉയർത്തിയില്ലേ? അല്ല, ഇതിൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്കൊരു അനുഗ്രഹമാണ്. കാരണം പകുതി പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രചരണാർത്ഥത്തിന് പല രാഷ്ട്രീയ നേതാക്കന്മാരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ വീണു. ശരി, ഞാൻ മടങ്ങിയെത്താം. സുധീർ, ഇടുക്കിയിൽ നിന്നും ഒരാൾ കൂടി ചേരുന്നുണ്ട്. പ്രണവം ക്ലബ്ബുമായി ബന്ധപ്പെട്ട ആളാണ്. ശ്രീ സുധീർ, ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിയുകയും നിങ്ങളെ സമീപിച്ചതാരാണ്? ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ഇതുവഴി പാതി വിലയ്ക്ക് പല സാധനങ്ങളും ഈ സ്കൂട്ടർ അടക്കം എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്? പിന്നീട് എപ്പോഴാണ് നിങ്ങൾക്കിതൊരു ഭൂലോക തട്ടിപ്പാണെന്ന് മനസ്സിലായത്? സാർ, ഞങ്ങളിതിനകത്ത് ചേരുന്നത് ഞങ്ങൾക്ക് ഈ 50% സബ്സിഡി സാധനങ്ങൾ കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ലായിരുന്നു. ഞങ്ങളിതിനകത്ത് NGO കോൺഫെഡറേഷൻ എന്ന മഹത്തായ ആശയമായിരുന്നു ഇതിനകത്ത്. ശ്രീ അനന്തകുമാർ സാർ നേതൃത്വം നൽകുന്ന NGO കോൺഫെഡറേഷനിൽ 2002 ഞങ്ങൾ അംഗങ്ങളാകുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ 50% തുക കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളൊന്നുമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് PSC കോച്ചിങ്, അതുപോലെ തന്നെ വനിതകൾക്കുള്ള തൊഴിൽ പരിശീലനം, നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അന്ന് മീറ്റിങ്ങിൽ പറഞ്ഞത്. അതിനുശേഷം ഇതിങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ശ്രീ ആനന്ദകുമാർ സാർ പറഞ്ഞ് അനന്തു കൃഷ്ണനാണ് ഇതിൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് എറണാകുളത്തിൽ വലിയ മീറ്റിംഗ് വിളിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ ആനന്ദകുമാറിൻ്റെതായിരുന്നു അല്ലേ? അങ്ങനെ പറയാം. ഇത് NGO കോൺഫെഡറേഷൻ എന്ന ഡയറക്ടർ ബോർഡിൽ വച്ച് ഉള്ള തീരുമാനമാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ആനന്ദകുമാർ സാറിൻ്റെ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ NGO കോൺഫെഡറേഷന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് പ്രണവം ക്ലബ്ബും നിങ്ങളൊരു നല്ലൊരു ആശയം സമീപിച്ചത്. എത്ര പേർക്ക് എത്രത്തോളം പരാതികൾ അവിടെ ഉണ്ട്? ഈ പ്രണവം ക്ലബ്ബ് എന്ന നിങ്ങൾ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പിരിവ് നടന്നിട്ടുണ്ട് അവിടെ? ഞങ്ങളുടെ അംഗങ്ങൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇതാദ്യം വരുന്ന തയ്യൽ മെഷീനാണ്. തയ്യൽ മെഷീൻ നമ്മളൊരു 45 പേർക്ക് കൊടുക്കാൻ പറ്റി. അതിനുശേഷം വരുന്നു കുട്ടികൾക്ക് ലാപ്ടോപ്പ്, അത് നമ്മൾ 70 പേർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. അതിനുശേഷമാണ് ഈ വിമൻ ഓൺ വീൽസ് എന്ന പദ്ധതി വരുന്നത്. അതിലൂടെ നമ്മൾ ആദ്യഘട്ടത്തിൽ ഫണ്ട് 40-30 കണക്ക് പറയുമ്പോഴും എത്രത്തോളം അപേക്ഷകൾ അവിടെ വന്നു വിടുകയും എത്രത്തോളം ആളുകൾ അതേസമയം പണം നൽകിയിട്ടുണ്ട് ഓൾറെഡി? ഇല്ല സാർ, ഞങ്ങളൊരു വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ കൂടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് മേടിച്ചു കൊടുക്കുവാനാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. അപ്പോൾ പൊതുജനങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് നമ്മൾ 26 പേർക്ക് വണ്ടി കൊടുത്തു. അതിനുശേഷം 2024 മാർച്ച് മാസം 26-ാം തീയതിയാണ് നമുക്ക് ഇനി പെൻഡിങ് നിൽക്കുന്ന 21 പേർക്കും കൂടി വണ്ടി കൊടുക്കാനുള്ളത്. ഈ പരിപാടി ഈ ആഘോഷത്തോടു കൂടിയാണോ ഈ ചടങ്ങൊക്കെ നടത്തിയത്? അവിടെയൊക്കെ ഈ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന ആദ്യ അവസരത്തിൽ നമ്മൾ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചാണ് നമ്മൾ കൊടുത്തത്. അന്ന് ഓണാഘോഷ പരിപാടിയുടെ ഏതാണ്ട് ആ സമയത്താണ് നമുക്ക് ലാപ്ടോപ്പ് കിട്ടിയത്. അപ്പോൾ ആ വേദിയിൽ വെച്ചാണ് നമ്മൾ കൊടുത്തത്. ഞാൻ മടങ്ങിയെത്താം. അരുൺ PP എന്ന പരാതിക്കാരൻ, കാരണം ഓരോ ജില്ലകളിലെയും പരാതിക്കാരെ പരമാവധി ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം എത്രത്തോളം ആഴമേറിയതാണ്, വ്യാപ്തിയേറിയതാണ് ഈ തട്ടിപ്പെന്ന് മനസ്സിലാക്കണം. കാരണം ഒരു അന്വേഷണ സംഘത്തെ കൂടി രൂപീകരിക്കുമ്പോൾ ഇവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വളരെ വിലപ്പെട്ടത് കൂടിയാണ്. ശ്രീ അരുൺ PP, താങ്കൾ കൂടി ഈ പരാതിക്കാരുടെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണല്ലോ. എത്ര പേരാണ് ആ മേഖലയിൽ തട്ടിപ്പിന് ഇരയായത്?
തട്ടിപ്പിലേക്ക് വന്നു പെട്ടത് എങ്ങനെയാണ്? നമ്മള് തട്ടിപ്പിലേക്ക് വന്നു പറഞ്ഞെന്ന് വെച്ചാല് നമ്മുടെ അയൽവക്കത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അവര് തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു 50% ഡിസ്കൗണ്ടിൽ വണ്ടി കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ചെല്ലണത്. അപ്പൊ ഇതിൽ ആദ്യം ഇവര് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. പറഞ്ഞ ഡേറ്റ്, അതായത് ഒരു നിശ്ചിത ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ 60,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ടോക്കൺ തരും, അതനുസരിച്ച് വണ്ടി കിട്ടുന്നതാണ് നമ്മുടെ വൈഫിന്റെ അടുത്ത് പറഞ്ഞത്. വൈഫാണ് ഇതിൽ മെയിൻ ആയിട്ടും പറ്റിയ സ്ത്രീജനങ്ങളെയാണ് ഇതിൽ കൂടുതൽ പറ്റിച്ചേക്കണത്. അപ്പൊ നമ്മ ആദ്യം ഈ പറഞ്ഞോട്ട് ഫസ്റ്റ് എമൗണ്ട് കൊടുക്കുന്ന കേസിൽ നമ്മ പേയ്മെന്റ് ഇങ്ങനെ പെൻഡിങ് നിന്നപ്പോ വീണ്ടും അടുത്ത ദിവസം വീണ്ടും മെസ്സേജ് വരണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിൽ മെസ്സേജ് വരികയാണ് ഇങ്ങനെ 60,000 രൂപ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് വീണ്ടും അടുത്ത മെസ്സേജ് വരുന്നത്. അപ്പൊ ഞാൻ വൈഫിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്താണ്, ഇത് ശരിയായിട്ടുള്ള നടപടി അല്ലട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ടുള്ള ഈ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ആ റെസിപ്റ്റുമായിട്ട് നമ്മൾ ഇവർ ഓഫീസിൽ ചെന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞാണ്, എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളെ കോണ്ടാക്ട് ആവുമ്പോൾ ഇത്ര ഡിലേ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ദിവസം പിടിക്കുന്നതൊക്കെ പറയാം. ഒരു 3 മാസത്തിനുള്ള 6 മാസത്തിനുള്ള വണ്ടി കിട്ടുന്നു പറഞ്ഞാണ് നമ്മളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിച്ചത്. അതായത് ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഈ പ്രൊമോട്ടർമാരൊക്കെ പറയുന്നത് എന്താണ്, തട്ടിപ്പിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, അപ്പോൾ ഈ ഒരു തട്ടിപ്പിനൊരു എന്താ പറയുക അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ പണം ഈ ഒരു പ്രോജക്റ്റ് അവസാനിപ്പിച്ചല്ല ഈ പ്രധാനപ്പെട്ട പ്രതി അനന്തു പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രതീക്ഷയുണ്ട്, അനന്ത് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? അല്ല, JSS എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെതിരെയാണ് നമ്മളിവിടെ പരാതി കൊടുത്തത്. എന്താ വെച്ചാൽ ഈ അനന്തകൃഷ്ണന് ഈ JSS പണം അടച്ചേക്കണ ആരും കണ്ടിട്ടില്ല. അതായത് നമ്മള് കൈ കഴുകിയോ? ഏതാണ് ഈ JSS എന്ന് പറയുന്നത്? അവര് കൈ കഴുകിയോ? അവരോട് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവരോട് ചോദിച്ചപ്പോ ഫസ്റ്റ് ദിവസം നമ്മൾ ആദ്യം തന്നെ ശനിയാഴ്ചയാണ് ഇവരുടെ അടുത്ത് ചോദിച്ചു. ഇവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മറുപടികളൊന്നുമില്ല. ഞങ്ങളുടെ ഇങ്ങനെ ഒരു മറുപടി ഇല്ല അവർക്ക്. അവർ വെറുതെ അവിടെ പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫണ്ട് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫോം തരാം, 6 മാസത്തിനുള്ളിൽ ഫണ്ട് റിട്ടേൺ ചെയ്യാന്ന് അതിൽ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, അതിലോട്ട് ഒപ്പിട്ടിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് തരാനാണ് പറയണത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകൾ, കാരണം ഇവിടെ നൽകിയിട്ടുള്ള സാധനങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് വീട്ടുപകരണങ്ങൾ പാതി വിലയ്ക്ക്, പിന്നീട് എന്താണ് ആംബുലൻസ് പാതി വിലയ്ക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് പകുതി വിലയ്ക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ആനന്ദകുമാർ എന്ന നമ്മളൊക്കെ വിശ്വസനീയമാണ്, നല്ല വ്യക്തിയാണ്, തുവള്ള നിറത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പൊതുവേദിയിലേക്ക് വരുമ്പോൾ അത്രത്തോളം വിശ്വസനീയമായ ഒരു വ്യക്തി എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മറിഞ്ഞ് ഓരോ ജില്ലകളിലേക്കും പോയതെന്നും ആശയം അദ്ദേഹത്തിൻ്റെതാണെന്നും പറയുമ്പോൾ ഇതിലെ ലോജിക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു? താങ്കളടക്കം ഒരു വേള ഭാര്യയോട് ചോദിച്ചു അല്ലേ? നമ്മൾ ചോദിച്ചാണ് ഇത് ഇങ്ങനൊരു സംഭവം. ഇപ്പൊ ഒരു ദിവസം കൊണ്ട്, അതായത് ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആണെങ്കിൽ ഒരു ദിവസം അവർ പറഞ്ഞ ഡേറ്റിൽ അത് ക്യാൻസൽ ആവും. പിന്നെ തുടർന്ന് ഇപ്പൊ ഈ ഇന്നലെ വരെ നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് വരെ ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബൈക്ക് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്, നിങ്ങളുടെ ഇത് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ പയ്യന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടുണ്ട് JSS എന്ന് പറഞ്ഞ സ്ഥാപനം. എന്തായാലും അരുൺ, പോരാട്ടം, അതായത് നിങ്ങളുടെ പണമാണ്, നമ്മൾ അധ്വാനിച്ച നമ്മുടെ വിയർപ്പിന്റെ 1 രൂപയാണെങ്കിൽ അത് നഷ്ടപ്പെടാൻ, വെള്ളത്തിൽ കളയാൻ പാടില്ല. അപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോവുക, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിങ്ങളുടെ പരാതികൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. എന്തായാലും ആനന്ദകുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒളിവിലാണ്, നാട്ടിൽ നിന്ന് മുങ്ങി എന്നുള്ള അറിവാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പൂട്ടിക്കിടക്കുകയാണെന്ന് അറിയുന്നത്. അദ്ദേഹത്തെ പിടികൂടുക അടിയന്തരമായി എന്നുള്ളതാണ് ഈ കേസിൽ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴി. ചെറിയ ഇടവേള എടുത്ത ശേഷം മറ്റ് പരാതിക്കാരിലേക്ക് പോകാം. ചർച്ചയിലേക്ക് തിരികെ. ശ്രീ ഷാജഹാൻ, ഈ തട്ടിപ്പിൽ നോക്കൂ, ഇതിൽ വന്നു പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ കൊച്ചി കേന്ദ്രീകരിച്ച് ഈ ആനന്ദകുമാർ മാറിയതിനു ശേഷം ഈ കോൺഫെഡറേഷന്റെ തലപ്പത്തേക്ക് എത്തുന്ന വ്യക്തിയായാലും, പിന്നീട് ഇടുക്കിയിലെ കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ ഷീബ സുരേഷ്, അങ്ങനെ ഒരുപാട് ആളുകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അതല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ ഒരു അധ്യാപികയായിരുന്നു, അവരും നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്ന ഒരു സംഘടന അവർക്കുണ്ട്. അപ്പോൾ ഈ വന്ന് പെട്ടുപോയ ആളുകൾ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊക്കെ ഇവരൊക്കെ പ്രതി ചേർക്കപ്പെട്ടവരാണ്, അവർ ഇരവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ഈ ആനന്ദകുമാർ ചെയർമാനായിട്ടുള്ള ഈ കോൺഫെഡറേഷൻ്റെ അതിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രധാന തസ്തികയിലിരുന്ന ഈ അനന്തുകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനാണ് ഇനി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. പണം മൊത്തം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് ബാക്കി ഇനി 10 ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ ഉള്ളൂ എന്നാണ് വിലപിക്കുന്നത്. അപ്പോൾ ഈ പണം വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടോ? വക മാറ്റിയിട്ടുണ്ടോ? സ്ഥലം വാങ്ങിക്കൂട്ടിയതായി പറയപ്പെടുന്നുണ്ട്. ഈ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ, ഈ പാവങ്ങൾക്ക് തിരികെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
വക്കീലെ? ഇരവാദം എന്തായാലും അത് നിലനിൽക്കില്ല ഒരിക്കലും. ഇവരെല്ലാവരും പ്രതിപട്ടികയിൽ വരും. ഇവർ തന്നെ കേസ് തീർക്കേണ്ടി വരും. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ പണവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതികളും കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വരും. അത് ക്രിമിനൽ സൈഡിൽ മൂവ്മെൻറ്റ് നടത്തിയാലും അവർ പ്രതികളാണ്, സിവിൽ സൈഡിൽ മൂവ്മെൻറ്റ് നടത്തിയാലും അവർ പ്രതികളാണ്. തുടങ്ങിയെത്താം മറ്റൊരു പരാതിക്കാരി മിനി പ്രിൻസ് കൂടി ചേരുന്നുണ്ട്. മിനി, നിങ്ങളൊക്കെ ഒരുപാട് പരാതികൾ കേൾക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതി സ്വീകരിക്കാൻ പോലും വിമുഖത കാട്ടിയ SHO അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്കാണ് അന്വേഷണം നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രതീക്ഷയുണ്ടോ? ഈ പ്രൊമോട്ടർമാരായിട്ട് ജില്ലയിലൊക്കെ നിങ്ങളെ വിശ്വസിപ്പിച്ച ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണിപ്പോൾ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എന്റെ വാർഡിലെ 15-ലധികം ആളുകളെ കൂട്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവിടുത്തെ മുഖ്യ പ്രതിയാണ്. കാരണം ഈ പൈസ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതും അനന്തകൃഷ്ണന് വേണ്ടി പൈസ വാങ്ങിയതും സഹകരണ ബാങ്കിലെ പല അക്കൗണ്ടിലായിട്ട് നിക്ഷേപിച്ചതും അതോടൊപ്പം കയ്യിൽ വാങ്ങിയതുമായ ഏറ്റവും ഒരു മുഖ്യ പ്രതി ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ അഡ്വാൻസ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ഇട്ടു, ആരും പരാതി കൊടുക്കരുത്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി ആരും കൊടുക്കരുത്, നമുക്ക് അനന്തു സാറിനെ പുറത്തിറക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യം പോലെ ആദ്യം ഒരു കേസ് കൊടുത്തു. ആ കേസിലേക്കാണ് ഈ പാവങ്ങൾ വരുമ്പോൾ അവരുടെ കേസുകളെല്ലാം കക്ഷി ചേർക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കൊണ്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ അവർക്ക് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അനന്തു എന്താണ് പറയുന്നത്? തന്റെ കയ്യിൽ അക്കൗണ്ടിൽ ഈ 10 ലക്ഷം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനും ചില ഡിലേ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ പറയുന്ന പ്രൊമോട്ടർമാർ പറയാണ്. ഡിലേ ഉണ്ടാകുന്നു പറയുന്നത് എന്താണ്? ഒരു ഡിലേ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കഴിഞ്ഞാൽ ആളുകൾക്ക് കിട്ടുമെന്ന ഒരു പറച്ചിലാണല്ലോ. അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ല, ഡിലേ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ ഇവർ പറഞ്ഞു നിർത്തിയതാണ്. കാരണം പരാതിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വാർത്ത വന്നിരുന്നല്ലോ, അനന്തകൃഷ്ണനെതിരെ കേസെടുത്തെന്ന്. അപ്പോഴും ഇവർ പറയുന്നത് അതിനൊരു ഡിലേ വന്നതാണ്, നിങ്ങൾ അടങ്ങിയിരിക്കും, നിങ്ങൾ കേസ് കൊടുക്കരുത്, നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇപ്പോഴും ആളുകളോട് പറയുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളോട് പറയുന്നത് തയ്യൽ മെഷീന്റെ പൈസ ഞങ്ങൾ അനന്തകൃഷ്ണന് കൊടുത്തിട്ടില്ല, അത് ഞങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട്, അത് തയ്യൽ മെഷീൻ ഉടനെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കുറെ ആളുകളെ ഇവർ കറക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. മിനി, ആർക്കൊക്കെ കൊടുത്തു? അവിടെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? ഈ അനന്തു അവിടുത്തെ ഈ നിങ്ങളുടെ ജില്ലക്കാരൻ കൂടിയല്ലേ? അതെ അതെ, ഇടുക്കി ജില്ലക്കാരൻ തന്നെയാണ്. അപ്പൊ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവിടെ കുറെ ആളുകൾക്ക് സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്, തയ്യൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്, മോട്ടോർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങൾ ആദ്യം കൊടുത്തവർക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. മിനി, അനന്തു ജയിലിലായി കഴിയുമ്പോൾ അനന്തുവിനെ കുറിച്ച് അന്നാട്ടുകാരിയായ മിനിയൊക്കെ കൂടുതലായി അന്വേഷിച്ചില്ലേ? അന്വേഷിക്കുമ്പോൾ എന്താണ് ഈ തട്ടിപ്പിന് ശേഷം അറിയാൻ കഴിയുന്നത്? അയാളുടെ ജീവിത രീതി എന്താണ്? ആഡംബര ജീവിതമാണ് ഈ അനന്തു നയിച്ചത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 5 നക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞതിൻ്റെ ബില്ലുകൾ, വിമാനയാത്രകളുടെ ബില്ലുകൾ, ഇതൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ പാവപ്പെട്ടവന്റെ പണം ഉപയോഗിച്ച് അങ്ങനെ ആർത്തുല്ലസിച്ച് ഈ വ്യക്തി നടക്കുകയായിരുന്നോ? തീർച്ചയായിട്ടും നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണ് അങ്ങനെ അറിയുവാനായിട്ട് സാധിച്ചത്. അത് മാത്രമല്ല നമുക്കുള്ള സംശയം, കാരണം എവിടെയെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയാൽ, ഇപ്പൊ സംസ്ഥാനം ഒട്ടാകെ ഈ തട്ടിപ്പ് നടത്തിയിട്ട് പോലീസ് എന്തുകൊണ്ട് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉണ്ടായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അവർ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു സംശയവും ഞങ്ങൾക്കുണ്ട്. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്താണ് പറയുന്നത്? ഈ പരാതികൾക്ക് അദ്ദേഹത്തിന് എന്താണ് ഈ വിമുഖത? എന്താണ് ഈ പരാതി? ഒരു FIR ഇടുന്നതിന് എന്താണ് പ്രശ്നം അദ്ദേഹത്തിന്? അല്ല, ഈ SHO, ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്താണ് വിമുഖത ഇതിൽ? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഇവര് പോയി മുൻകൂർ ജാമ്യം പോലെ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് വരുന്ന കേസുകളെല്ലാം ഒരു പ്രധാന പ്രതിയാണ് അനന്തകൃഷ്ണനെതിരെ വാദിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അനന്തകൃഷ്ണനെ ഇവിടെ ഉള്ളവർക്ക് അറിയില്ല, ഇവിടെയുള്ളവർക്ക് ഇവിടുത്തെ പഞ്ചായത്ത് കോർഡിനേറ്ററെയാണ് അറിയാവുന്നത്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ ആരും കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ എല്ലാം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ പഞ്ചായത്ത് കോർഡിനേറ്ററെ സഹായിക്കുന്ന രീതിയാണ് പോലീസും ചെയ്യുന്നത്. അതായത് മിനി, ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് പണം നൽകിയതായിട്ട് പറയപ്പെടുന്നു, CPM-ന്റെ നേതാവിന്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതി, ഒരു വലിയ ജനപ്രതിനിധിക്ക് ഇലക്ഷൻ ഫണ്ടിലേക്ക്, അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ ഫണ്ടിലേക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫണ്ട് നൽകുന്നു. അപ്പോൾ അനന്തുവിനെ തെളിഞ്ഞും മറഞ്ഞുമൊക്കെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അനന്തകൃഷ്ണൻ ഇപ്പൊ ഇങ്ങനെ വെളിപ്പെടുത്തിയെന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണ് നമ്മൾ കണ്ടത്.
അതിന്റെ യഥാർത്ഥ വസ്തുത പ്രതിയുടെ മൊഴിയാണ് അത് ജനങ്ങൾ പ്രതിയുടെ മൊഴിയാണ് അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നൊക്കെ അറിയേണ്ടതാണ്. അതൊക്കെ അന്വേഷണത്തിന്റെ വഴിയെ പോകേണ്ടതാണ്. പക്ഷേ ചില ബാങ്ക് ത്രൂ വഴിയുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അനന്തുവിന് പിന്നിൽ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്നതിന് അപ്പുറത്തേക്ക് വൻ ബന്ധങ്ങൾ, നമ്മൾ ആലങ്കാരികമായി പറയുമല്ലോ വൻ സ്രാവുകൾ. അനന്ത് ഒരു ചെറിയ മീനല്ല, പിന്നിൽ ഒരുപാട് പേരുണ്ട്. 27-28 വയസ്സിൽ ഒരു ചെറുപ്പക്കാരന് ചെയ്യാവുന്നതിനും അപ്പുറത്തേക്ക് അനന്ത് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് നടക്കുമോ ഇത്തരം കാര്യങ്ങൾ? ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് എന്താണ് തോന്നുന്നത്? പിന്നിൽ ആളുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒറ്റയ്ക്കായിരിക്കില്ല. കാരണം അതില് വമ്പൻ സ്രാവുകൾ ഇതിന്റെ അകത്തുണ്ട്. അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് പൈസ തട്ടിയെടുത്ത എല്ലാവരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ആര് തന്നെയായാലും. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ സുധീർ, നിങ്ങളുടെ ജില്ലക്കാരനാണ്. അപ്പോൾ വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ചു. ആ പറ്റിപ്പിന് തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റിൻ്റെ മുഖമായി നിൽക്കുന്ന ഒരു വ്യക്തി അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയായി മാറി. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി? കേസുകളുടെ പ്രളയമുണ്ട്. ഒരു പരാതിയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ടോട്ടൽ ഫോർ യു പോലെയുള്ള വൻ തട്ടിപ്പുകൾ നടന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഗതി പോലും എന്താകുമോ? ആദ്യം തുടക്കം കാട്ടുന്ന ഈ ആവേശമൊക്കെ പിന്നീട് എങ്ങനെ പോകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പണമാണ് ഓരോരുത്തരുടെയും നഷ്ടപ്പെട്ടിരിക്കുന്നത്, ചെറിയ തുകയല്ല. ശ്രീ സുധീർ, സുധീർ കേൾക്കാമെങ്കിൽ പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ? നിയമ പോരാട്ടം എങ്ങനെയാണ് നിങ്ങളുടെ? സാറേ, ഞങ്ങളിപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് നടക്കുകയാണ്. നമ്മൾ കേസ് കോടതിയിലും അല്ലെങ്കിൽ സ്റ്റേഷനിലും കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് മുഖേന അതിൻ്റെ ഇന്നലെ നാളെ കൊടുക്കും. അതിൻ്റെ അഡ്വക്കേറ്റിൻ്റെ എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ നമ്മൾ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് എമൗണ്ടേ ഉള്ളൂ. അത് നമ്മൾ മേടിച്ച് അവരുടെ RTS വഴി അവരുടെ അക്കൗണ്ടിലേക്കാണ് അടച്ചിരിക്കുന്നത്. അതിൻ്റെ രസീതും കാര്യങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അടക്കമെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പൈസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി മറ്റ് പദ്ധതികളിൽ നിന്നെല്ലാം പൂർണ്ണമായി പിന്മാറിക്കൊണ്ട് നമുക്ക് ഗുണഭോക്താക്കളെ സംരക്ഷിക്കുക, അതാണ് തന്നെ ഞങ്ങളും മുൻകൈ എടുക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പൈസ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി കുറിച്ചാണ് ഞങ്ങളും ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ സാധാരണക്കാരെ ഒത്തിരി സംഘടനകൾ പെട്ടുപോയിട്ടുണ്ട്. കാരണം NGO കോൺഫെഡറേഷൻ എന്ന മഹത്തായ ആശയത്തിൻ്റെ പിന്നിൽ അണിചേർന്നുകൊണ്ട് സാധാരണക്കാരനായ ഒത്തിരി പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ സാമൂഹിക പ്രവർത്തകരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണമെന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട എല്ലാവരും. സുധീർ, പലപ്പോഴും നമുക്കറിയാം ഈ പല നെറ്റ്വർക്കുകളും ലക്ഷ്യമിടുന്നത് ഈ പാവപ്പെട്ട ഈ നാട്ടിലെ ചില കൂട്ടായ്മകളെയും ചെറുസന്നദ്ധ സംഘടനകളെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളെ പോലും വിടുന്നില്ല. അപ്പോൾ ഇതൊരു വളരെ ജാഗ്രതയാകേണ്ടതല്ലേ? മലയാളി അടുത്ത നെറ്റ്വർക്ക് തട്ടിപ്പിനായി കാത്തിരിക്കുന്നു എന്നാണ് ഈ വരുന്ന കമൻറ്റുകളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുമ്പോൾ പറയുന്നത്. മലയാളി ഒരു തരത്തിലും പഠിക്കില്ല എന്ന്. അപ്പോൾ മലയാളിയുടെ പ്രശ്നമാണോ അതല്ല ഈ പാവങ്ങളുടെ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തതാണോ ശരിക്കും? ശരിക്കും പാവങ്ങളുടെ അവസ്ഥയെ ചൂഷണം ചെയ്തതാണ് സാറേ. കാരണം വെച്ചാൽ 50% നിരക്കിലൊക്കെ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ സ്കൂട്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ സ്വപ്നമാണ്. കാരണം അത് കുറച്ച് പേർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ, ആദ്യഘട്ടത്തിൽ കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് പലരും നിർബന്ധിച്ചാടോ എനിക്കൊരു സ്കൂട്ടർ മേടിച്ചു തരണം കേട്ടോ, എനിക്ക് വേറൊരു വഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു സ്കൂട്ടർ ശരിയാക്കി കൊടുക്കാവോ, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നതാണ് ഈ കൂടുതലൊക്കെ. ഞങ്ങളൊരിക്കലും ഈ ഗുണഭോക്തൃ വിഹിതം മേടിക്കുകയോ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നൊരു ഫണ്ട് മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം 1 രൂപ പോലും നമ്മൾ സാമ്പത്തികമായിട്ട് കൂടുതൽ മേടിച്ചില്ല. അവർ പറഞ്ഞ അതേ പൈസ തന്നെയാണ് നമ്മൾ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ആ വിശ്വാസം. സുധീർ, ഒരു കാര്യം, ഈ സുധീർ ആ നാട്ടുകാരനായതുകൊണ്ട് ഒഴുകി അനന്തുവിന്റെ സഹോദരി ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പണം വലിയ കോടികളാണ് പിരിച്ചെടുത്തിരിക്കുന്നത്. ആ കോടികൾ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ഇയാളുടെ കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല, 10 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിരിച്ച ഈ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് നയാ പൈസയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ എവിടെ പോയിരിക്കാം? അങ്ങനെ മറ്റെവിടെയെങ്കിലും പണം മാറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ജില്ലക്കാരനാണല്ലോ സുധീർ, പിന്നീട് അന്വേഷിച്ചോ? സാറേ, ഇപ്പോൾ മാധ്യമങ്ങളും പോലീസിലെല്ലാം പറയുന്ന മാതിരി മാത്രമേ നമുക്കും അറിയത്തുള്ളൂ. കാരണം സാറേ, വസ്തുക്കൾ മേടിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തും വസ്തുക്കളൊക്കെ മേടിച്ചു എന്ന ആരോപണമുണ്ട്. ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് സാറ്. ശരി, എന്തായാലും നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മളോട് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു സംഭാഷണ ചാരുതയും എല്ലാം കൊണ്ട് വളരെയേറെ. ഈ 27 വയസ്സുകാരനാണെങ്കിൽ അത്ഭുതകരമായി വീഴ്ത്താൻ
നല്ല വിദ്വാനായിരുന്നു അല്ലേ സുധീറെ? കാരണം ഇത്രയും പ്രധാനമന്ത്രിയുടെയൊക്കെ നമുക്കറിയാം, ഒരു പ്രധാനമന്ത്രിയെ ഇപ്പോൾ എനിക്കോ താങ്കൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. SPG സുരക്ഷയുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അവിടേക്കൊക്കെ പല സ്ക്രീനിങ്ങും കഴിഞ്ഞിട്ട് ഒരാളെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ കൂടെ പോയത് ഇപ്പോൾ ഇന്ന് തട്ടിപ്പിൻ്റെ വലിയ മുഖമെന്ന് പറയപ്പെടുന്ന ഈ ആനന്ദകുമാർ കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് സമർത്ഥമായിട്ട് ചതിയിൽ അകപ്പെടുത്തുകയായിരുന്നു ഇവരൊക്കെ അല്ലേ? സാറേ, കേരളത്തിലുള്ള ഏതാണ്ട് 200ഓളം NGOസിനെ ഈ ആനന്ദകുമാർ സാറിൻ്റെ ഒരു വാക്കും പ്രവൃത്തിയും അദ്ദേഹം മുന്നിൽ നയിച്ച ഒരു പാരമ്പര്യം ഓർത്താണ് ഇതിനകത്ത് NGO കൂട്ടായ്മയിൽ ചേർന്നത്. ഇതിപ്പോൾ ഞങ്ങളെല്ലാം കേരളത്തിലെ ഒത്തിരി NGOs, ചെറിയ സംഘടന മുതൽ വലിയ സംഘടനകളെ ഇതിൽ പെട്ടുപോയിരിക്കുകയാണ് അവസ്ഥയിലാണ്. അപ്പോൾ ഈ സുധീറെ, നിങ്ങൾക്കൊക്കെ ബന്ധപ്പെടാവുന്ന ഇപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ ആനന്ദകുമാറിനെ കണ്ടിട്ടുണ്ടോ? ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം നാട്ടിൽ നിന്ന് മുങ്ങിക്കഴിഞ്ഞു. നാട്ടിലില്ല, വീട്ടിലില്ല, ഫോണും വിളിച്ചാൽ കിട്ടുന്നുമില്ല. പല പ്രാവശ്യം വാട്സാപ്പിലൊക്കെ അയച്ചു. അദ്ദേഹത്തെ വിളിച്ചാൽ നമുക്ക് കിട്ടാറില്ല. തിരുവനന്തപുരത്തുള്ള NGOസിൻ്റെ കൂട്ടായ്മ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ മൊത്തത്തിലൊരു NGOസിൻ്റെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട് സാറേ, ഇതിനെ എങ്ങനെയും പരിഹരിക്കുന്ന രീതിയിലേക്ക്. വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് ഈ സംഭവം ഉണ്ടായതിനു ശരി സുധീർ, എന്തായാലും നമുക്കിപ്പോൾ മാതൃഭൂമി ന്യൂസ് കാണിക്കുന്ന ദൃശ്യം അനന്തുവിനെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. 5 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ആവശ്യപ്പെട്ട് പോലീസിന് ലഭ്യമായത്, അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കേസുകൾ ഇനിയും വരുന്നു. പ്രത്യേക ടീമിലേക്ക് ADGPയുടെ മേൽനോട്ടത്തിലൊക്കെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിലുമാകും, ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അങ്ങനെ ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ കേൾക്കുന്നത് ഇപ്പോൾ പിന്നെ ആരാണ് വാങ്ങിയിരിക്കുന്നത്? മാത്യു കുഴൽനാടൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനന്തൻ. കാരണം ഇന്ന് മാത്യു വാർത്താ സമ്മേളനം നടത്തി തൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടത്തെ സംശുദ്ധ രാഷ്ട്രീയത്തെ ഏൽപ്പിച്ച മുറിവ് ഒരു മീഡിയ നടത്തിയ വാർത്താ മെനയ്ക്കൽ എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ ഇന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. 1 പൈസ പോലും വാങ്ങിയില്ല എന്ന് അനന്തു പറയുന്നുണ്ട്. കോടതിയിലേക്ക് എത്തിച്ചപ്പോഴാണ് അനന്തു മാധ്യമങ്ങളോട് ഈ പ്രതികരണം നടത്തിയത്. അപ്പോൾ പലരുടെയും പേരുകൾ അനന്തു നേരത്തെ വെളിവാക്കിയിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിലെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ, ആദ്യഘട്ടത്തിലെ കസ്റ്റഡിയാണ്. ഈ കസ്റ്റഡിയിലാണ് കൂടുതൽ കാര്യങ്ങൾ വെടിപൊട്ടിച്ചുകൊണ്ട് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, പിൻപറ്റിയവർ, ഈ പണം പറ്റിയവർ, കൈപ്പറ്റിയവരുണ്ടോ? അത് ഇലക്ഷൻ ഫണ്ടെന്ന ഓമനപ്പേരിൽ ഫണ്ടെന്ന രീതിയിലൊക്കെ കൈപ്പറ്റിയവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവർക്ക് അറിയാമായിരുന്നോ ഈ തട്ടിപ്പിനെ കുറിച്ച്? അനന്ത് തട്ടാൻ പോകുന്നത് പാവങ്ങളുടെ പൈസയാണെന്ന് ഈ മാന്യ വ്യക്തികൾക്ക് അറിയാമായിരുന്നെങ്കിൽ അതൊരു ക്രൈമാണ്. ജനപ്രതിനിധികൾ, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനെ ആദ്യമേ, ഇപ്പോൾ തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് സിറാജുദ്ദീൻ എന്നയാൾ വയനാട് 2024 ഈ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി പോലീസിന് മുൻപിലേക്ക് ജസ്പിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് താല്പര്യം കാട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ തന്നെ ഈ തട്ടിപ്പ് തടയാമായിരുന്നു, പാവങ്ങളുടെ പൈസ പോകില്ലായിരുന്നു. ഒരു ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. പാതിവില തട്ടിപ്പിന്റെ പ്രതികരണങ്ങളാണ് മാതൃഭൂമി ന്യൂസ് തേടിക്കൊണ്ടേയിരിക്കുന്നത്. ശ്രീ ഷാജഹാൻ, ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതിക്കാരുടെ യാവലാതികളൊക്കെ തന്നെ കോടതിക്ക് മുൻപാകെ പറയാൻ പോകുന്ന വ്യക്തി കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ഈ പണം എവിടെ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങോട്ടാണ് ഈ പണം ഒഴുകിയത്? കാരണം വൻകിട കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ തന്നെ CSR ഫണ്ട് ഈ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിനാണല്ലോ ഇവരിങ്ങനെ പല ഈ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അവിടേക്ക് ഈ പറയുന്ന ഒരുപാട് ആളുകളെ, സന്നദ്ധ സംഘടനകളെ ചേർത്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയാൽ പൊടിയും തട്ടി അനന്തകുമാറിന്ന് പോവുകയും മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി എന്താണിത് കോടതിയിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുക? അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിൽ നിന്നും ഇങ്ങനെ പരാതി കുമിഞ്ഞു കൂടുമ്പോൾ പോലീസ് എന്ത് ചെയ്യുമെന്നാണ് പല ജില്ലകളിലും പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. വെല്ലുവിളികൾ എന്തൊക്കെയുണ്ട് വക്കീലെ? പോലീസ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് 420 പ്രകാരമാണ്. ചീറ്റിങ്ങിനാണ് കേസെടുത്തിരിക്കുന്നത്. അതനുസരിച്ച് പോലീസ് ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കും. ഇതിൽ പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രതികളുടെ പേരിലുള്ള വസ്തുവകകൾ, ബാങ്ക് അക്കൗണ്ട് മുതലായവ അറ്റാച്ച് ചെയ്ത് ആ പണം തിരിച്ച് വാങ്ങിക്കാനേ ഇതുമൂലം സാധിക്കുകയുള്ളൂ. അതിന് സിവിൽ കോടതികളെ സമീപിച്ച്
അവരുടെ കയ്യിലിരിക്കുന്ന തെളിവുകളും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റും FIR-ഉം അടക്കം കോടതിയിൽ കൊണ്ടുവന്ന് ഇവരുടെ കൈവശമുള്ള വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിച്ച് അവരുടെ പണം മറ്റോ സ്ഥലത്തേക്ക് ഈ വസ്തു വാങ്ങിച്ചിട്ടു എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ പണം പല രീതിയിൽ കൈമാറ്റിയേക്കാം. ബിനാമി പണം പലപ്പോഴും ഈ തട്ടിപ്പുകാരൊക്കെ ഒരാൾ മാത്രമായിരിക്കില്ല, പല രീതിയിൽ പലരുടെ പേരിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിശദമായ പരിശോധനയ്ക്ക് മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ വക്കീൽ? അല്ല, അതിന് പോലീസ് അത് കണ്ടെത്തണം. പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണം എങ്ങോട്ടേക്കാണ് ഒഴുകിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടെത്തലുകൾ ഈ ജനങ്ങളുടെ പണം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അത് കോടതിയിൽ കൊണ്ടുവന്ന് ആ വസ്തുവകകൾ കെട്ടേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ഒത്തൊരുമയുള്ളത് ഈ രാഷ്ട്രീയ ഭേദമൊന്നും ഇല്ലാത്ത കാര്യം തട്ടിപ്പായതുകൊണ്ട് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ പല ഓമനപ്പേരുകളിൽ പണം എത്തിയിട്ടുണ്ട്. പാർട്ടി അക്കൗണ്ടിലേക്കായാലും അതിന് വ്യക്തിപരമായിട്ടാണോ? സായിഗ്രാമിൻ്റെ ഡയറക്ടർ ഞാൻ വ്യക്തിപരമായിട്ട് ചില്ലിക്കാശ് വാങ്ങിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരിൽ കോടികൾ വാങ്ങിയിട്ടുണ്ട്, അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ കേന്ദ്രീകരിച്ചുള്ള പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാക്കുന്നതാണോ, വെല്ലുവിളി നിറഞ്ഞതാണോ? ഇല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരത് കണ്ടുപിടിക്കണം. ഈ പണം എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ച് ആ പണം കണ്ടുകെട്ടാനും അത് റിക്കവറി ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ പണം ഉപയോഗിച്ച് വാഹനങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ വരെ അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ ഇതിൻ്റെ ഭാഗപോക്കാണ്. ഇപ്പോൾ മിനി പ്രിൻസ് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. മിനി പ്രിൻസ്, എന്തൊക്കെയായിരുന്നു ഇവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ? കാരണം ഞാൻ മനസ്സിലാക്കിയത് വീട്ടുപകരണങ്ങൾ വരെ, അത് ഏത് തരം വീട്ടുപകരണങ്ങളായാലും എത്തിക്കും. അപ്പോൾ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ അതിനപ്പുറത്തേക്ക് എന്ത് പറഞ്ഞാലും എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കും, അതും പാതി വിലയ്ക്ക്. അതായിരുന്നു ഇവരുടെ പോളിസി. മിനി പ്രിൻസിലേക്ക് എത്താം. ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും ഓരോ ജില്ലയിലും നിരവധി പരാതികൾ കേട്ടതിനും അപ്പുറത്തേക്കാണ്. 10,000 2,000 ഓരോ ജില്ലകളിൽ പരാതികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കാസർഗോഡ് നിന്നും പാറച്ചാല വരെ തിരുവനന്തപുരം വരെയുള്ള ആളുകളെ തട്ടിച്ച ഈ വ്യക്തികൾ എത്രത്തോളം വല വിരിച്ചിരുന്നു എന്നതിൻ്റെ വ്യാപ്തിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ അന്വേഷണ സംഘത്തിൽ നിൽക്കുമോ? യാവലാതിക്കാർക്ക് അതിൻ്റെ പ്രയാസം തീർക്കാൻ കഴിയുമോ? അവരുടെ നഷ്ടപ്പെട്ട പണം അവർക്ക് കിട്ടുമോ? അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ചെറിയ ഇടവേളയെടുത്ത ശേഷം തിരികെ എത്താം. അതിവേഗം ചർച്ചയിലേക്ക് തിരികെ. ശ്രീമതി മിനി പ്രിൻസ്, ഇപ്പോൾ പല ആളുകളും ഈ ചില ചെറിയ സന്നദ്ധ സംഘടനകൾ, പാലിയേറ്റീവ് കെയർ, നേരത്തെ പറഞ്ഞുവല്ലോ, ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഇവരൊക്കെയാണ് ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു വിപുലമായ തട്ടിപ്പിന് കളമൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും പിരിവ് നടത്തിയതും പരിപാടികൾ വിളിച്ചു ചേർത്തതുമൊക്കെ തന്നെ ഈ ആനന്ദകുമാർ എന്നും പറയുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു വാഗ്ദാനം ചെയ്തതായിരുന്നു? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടില്ല. ചെറു സാധനങ്ങൾ മുതൽ കൈക്കോട്ട് വരെ പാതി വിലയ്ക്ക് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇവർ പദ്ധതികൾ അവതരിപ്പിച്ചത്, കബളിപ്പിച്ചത്. അതാണോ സത്യം? തീർച്ചയായിട്ടും അതെ. അരി സാധനങ്ങൾ മുതൽ ഇപ്പം ഓണം വന്നപ്പോൾ എല്ലാവർക്കും കുറച്ച് പൈസ അടച്ചാൽ മതി, ഇപ്പോൾ അത് ഓണക്കിറ്റ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, കൊട, ബുക്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുമായിരുന്നു. അപ്പോൾ ഓരോ സാധനങ്ങളും ഇവർ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് വലിയ തട്ടിപ്പിലേക്ക് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ സ്കൂട്ടി കഴിഞ്ഞാൽ ഉടനെ കാർ ഉണ്ടെന്ന് പറഞ്ഞ് കാർ വാങ്ങാൻ വലിയ തുക അടയ്ക്കാൻ തയ്യാറായി ഇരുന്നവർ ധാരാളമുണ്ട്. ഇതൊരു പ്ലാനിങ്ങിലായിരുന്നു. കാരണം ഇത് കുറെ സാധനങ്ങൾ കൊടുത്തു, അത് കഴിഞ്ഞ് വൻ തട്ടിപ്പിലേക്ക്, കാരണം ഇത് തന്നെ വലിയ തട്ടിപ്പാണ്. പക്ഷെ ഇതിലൂടെ അവർ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ പിടിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ കാറിന് പൈസ റെഡിയാക്കി വെച്ച് ധാരാളം ആളുകൾ, എനിക്കറിയാം, ആളുകളുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ അക്കൗണ്ടിൽ പണം പറ്റിയ ആളുകൾ ആരോപണ വിധേയരായത്. ഇപ്പോൾ പകുതി വില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് 2 കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സന്നദ്ധ സംഘടനയുടെയും ഏരിയ കോർഡിനേറ്റർമാരായ 2 വനിതകളെയും
പ്രതികളാക്കി ഒറ്റപ്പാലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുപാട് പരാതികൾ എത്തുന്നുണ്ട്. പരാതിയിന്മേൽ ഇനി ഈ പരാതികളൊക്കെ തന്നെ ഓരോ ജില്ലകളിലും രൂപീകരിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ജില്ലാ യൂണിറ്റുകളായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേസിന് വേഗത ഉണ്ടാകേണ്ടത് കൂടിയാണ്. അഡ്വക്കേറ്റ് ഷാനവാസ്, ഇപ്പോൾ അറിയാമല്ലോ, ഇനി പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആനന്ദകുമാറിൻ്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോൺഫെഡറേഷൻ്റെ ബൈലോയിൽ അനന്തുവിനെയാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. എല്ലാ ജില്ലകളിലേക്കും കൊണ്ടുചെന്ന് അനന്തുവിനെ പരിചയപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു, പക്ഷേ അദ്ദേഹം അത് കൈയൊഴിയുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? സായിഗ്രാമിലേക്ക് എത്തിയ പണത്തിൽ രസീതുണ്ട് എന്ന്. അപ്പോൾ ഈ വ്യക്തിയെ അടിയന്തരമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതല്ലേ? കാരണം തെളിവുകൾ നശിക്കപ്പെടാൻ പാടില്ല ഈ കേസിൽ. പണത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടുണ്ട്, ബാക്കി പണം ഉണ്ടോ, അതുണ്ടെങ്കിൽ മാത്രമേ ഈ പാവങ്ങൾക്കത് തിരികെ നൽകാനാകൂ. അപ്പോൾ പോലീസിൻ്റെ നടപടികൾ വേഗത്തിൽ വേണ്ടത് എവിടെയൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ഈ കേസ് മുന്നോട്ട് പോയി തെളിയിക്കേണ്ടതിലേക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിൽ പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ആർക്കൊക്കെയാണോ ഈ ഫണ്ട് പോയിരിക്കുന്നത് അവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിലെ പ്രതികളെ. മാത്രമല്ല വക്കീലേ, ഒരു കാര്യം കൂടി, കാരണം മലയാളിക്ക് ഒരു പാഠമാക്കുന്ന ഒരു തട്ടിപ്പായി, കാരണം തട്ടിപ്പിന്റെ ഹിസ്റ്ററിയിൽ ഇത് എഴുതി ചേർക്കപ്പെടേണ്ടതല്ലേ. അനന്തുവിന്റെ പ്രതികരണമാണ് കേട്ടത്. പല രീതികളിലേക്കും പല ഈ NGOയുമായി ബന്ധപ്പെട്ട് പണം വിനിയോഗം ചെയ്തിട്ടുണ്ട്. പല പേരുകളും ഇപ്പോൾ മീഡിയയിൽ കേൾക്കുന്ന ചിലരുടെയും പേരുകൾ ശരിയല്ല എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിപുലമായ തട്ടിപ്പിന്റെ ഇന്നത്തെ അവസ്ഥ, ഇന്നിപ്പോൾ അന്വേഷണം സംഘത്തെ രൂപീകരിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങളാണ് വിലയിരുത്തിയത്. വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്, 1-ാം തീയതി മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ അന്ന് 100 കോടി രൂപയായിരുന്നു തട്ടിപ്പിന്റെ വ്യാപ്തി. ഇന്നിപ്പോൾ നമ്മൾ കണക്കൂട്ടുന്നതിനും അപ്പുറത്തേക്കാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി. ഈ ഞങ്ങൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഓരോ ജില്ലയിലും മടിച്ചു നിന്നവർ പോലും പരാതിയുമായി ഓരോ പോലീസ് സ്റ്റേഷനുകളിലേക്കും എത്തിയത്. അങ്ങനെ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി പരാതി പ്രവാഹമായി ഇപ്പോൾ അന്വേഷണ ഏജൻസി കൂടി നിയോഗിച്ചിരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത പരാതിക്കാരുൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.